ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തൻ്റെ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് നമ്മളൊരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് വ്യത്യസ്ത രീതിയിലുള്ള ചിക്കൻ ഫ്രൈ ആണ്. കുറച്ച് സ്പൈസിയാണ്, എന്നാലും വളരെ ഡെലീഷ്യസ് ആണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാം, ഈസിയുമാണ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, പൂരി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 500 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങും. ഇതിലേക്ക് 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ മൈദപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവർ. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കുക. 2 ടീസ്പൂൺ തന്നെ റിഫൈൻഡ് ഓയിൽ ചേർക്കുക ഏതെങ്കിലും. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസ് ഞാൻ ചേർത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് എണ്ണ ഒഴിക്കുക. നന്നായിട്ട് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 വറ്റൽമുളക് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്യാം. വറ്റൽമുളക് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് അത് ചേർക്കുക. അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുക്കാവും. എന്നിട്ടിത് മാറ്റി വയ്ക്കുക. ഇത് നമുക്ക് ഏറ്റവും അവസാനം ഫ്രൈ ചെയ്ത ചിക്കനിൽ ചേർക്കാനായിട്ട് വേണം. ഇതാണ് നമ്മളുടെ ചിക്കൻ ഫ്രൈക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. നമ്മളുടെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈയും ചെയ്യാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവണം. ചൂടായതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇട്ട് കഴിയുമ്പോഴേക്കും ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ മസാലയൊക്കെ കരിഞ്ഞു പോകും. എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് 2 സൈഡും മറിച്ച് നന്നായിട്ട് നല്ല ഫ്രൈ ആവുന്നത് വരെ കുക്ക് ചെയ്യുക. ഈ ചിക്കൻ പീസസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ലോയിലോട്ടാക്കണം, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇട്ട കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് മുരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുമല്ല മസാലകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അത് ഇപ്പോൾ ഏകദേശം 1 സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറിച്ചിടാം. കണ്ടോ, ഈ പാകമാണ് കറക്റ്റായിട്ടുള്ളത്. എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഇത് വെന്തിട്ടുണ്ടാവില്ല. ലോ ഫ്ലെയിമിൽ, വളരെ ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കുക. 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്യുക. എന്നാലേ ഈ ചിക്കൻ പീസസൊക്കെ കുറച്ച് വലുതായതുകൊണ്ട് കുക്ക് ചെയ്യാൻ കുറച്ച് താമസം എടുക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ പീസസൊക്കെ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാനിത് കുക്ക് ചെയ്തത്. അല്ലെങ്കിൽ ഇത്രയും വലിയ പീസായതുകൊണ്ട് അത് ഉള്ളിലൊക്കെ ഒന്നും വേകാതിരിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ടൈം എടുത്ത് ഫ്രൈ ചെയ്യുക. കൂടുതൽ സമയം കൊണ്ട് ഫ്രൈ ചെയ്തെടുത്താൽ ചിക്കൻ പീസസൊക്കെ ഉള്ളിലൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാകും.
കവർ ചെയ്ത് ഫ്രൈ ചെയ്താൽ ഇതിൻ്റെ മസാല കോട്ടിങ്ങൊക്കെ വിട്ടു പോകും. അതുകൊണ്ട് ഫ്രൈ ചെയ്യുമ്പോൾ കവർ ചെയ്യരുത്. ഓപ്പണിൽ തന്നെ ഫ്രൈ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഇതെല്ലാം ഫ്രൈ ആയതിന് ശേഷം എണ്ണയിൽ നിന്ന് എടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ആ ഫ്രൈ ചെയ്ത കഷ്ണങ്ങളെല്ലാം എണ്ണയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ചിക്കൻ പീസസ് എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇനിയാണ് നമ്മളുടെ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ചില്ലിയും ചില്ലി ഫ്ലേക്സും ആ എണ്ണയും എല്ലാം കൂടി ഈ ഫ്രൈ ചെയ്ത ചിക്കൻ പീസസിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ. ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ്. പിന്നെ ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തി, പൂരി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ ഈ ചിക്കൻ പീസസും ഈ ചില്ലി ഫ്ലേക്സും എല്ലാം കൂടി ആ എണ്ണയുടെ കൂടെ മുക്കി കഴിച്ച് നോക്കൂ. വളരെ നല്ല ടേസ്റ്റാണ്, നല്ല സ്പൈസിയുമാണ്. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതൊരു പ്രത്യേക ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ നല്ല ടേസ്റ്റാണ്. ചൂടോടുകൂടി തന്നെ കഴിക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം വറുത്തെടുത്താൽ മതിയാകും. ഫ്രൈ ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ കഴിക്കണം. പിന്നെ ഈ അവസാനം ചേർത്ത ആ ചില്ലി ഫ്ലേക്സും എണ്ണയും ചൂടോടുകൂടി തന്നെ ഈ ചിക്കൻ പീസസിലോട്ട് ഒഴിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. വളരെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. പിന്നെ ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലതാണ്. ചപ്പാത്തി, പൂരി, പൊറോട്ടയുടെ കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുപോലെ നിങ്ങൾ ആരും കഴിച്ചു കാണില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല സ്പൈസി ആയിട്ടുള്ള ഐറ്റമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.